തന്ത്രിയുടെ ചെങ്ങന്നൂരിലെ വീട്ടിൽ SIT പരിശോധന മണിക്കൂറുകൾ പിന്നിടുന്നു. പോറ്റിയും തന്ത്രിയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാൻ SIT. തന്ത്രിക്ക് ദേഹാസ്വാസ്ഥ്യം, തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സ. തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം. തന്ത്രിയുടെ അറസ്റ്റിൽ രാഷ്ട്രീയ പോര്. തെരഞ്ഞെടുപ്പ് പരാജയം മറച്ചുവെക്കാൻ SITയെ ഉപയോഗിക്കുന്നുവെന്ന് BJP. വീട് സന്ദർശിച്ച് BJP നേതാക്കൾ തന്ത്രിയെ മറയാക്കി മന്ത്രിയെ സംരക്ഷിക്കാമെന്ന് കരുതേണ്ടെന്ന് കോൺഗ്രസ്. തന്ത്രി വേണ്ടപ്പെട്ട ആളും നാട്ടുകാരനുമെന്ന് സജി ചെറിയാൻ. KV തോമസ് എറണാകുളത്ത് ഇടത് സ്ഥാനാർത്ഥിയായേക്കും. മുന്നണി പരിഗണിക്കുന്നത് തോമസിന്റെ പേര് മാത്രം. തളിപ്പറമ്പിൽ MV ഗോവിന്ദന് പകരം MV നികേഷ് കുമാർ. NK പ്രേമേന്ദ്രന്റെ മകൻ നിയമസഭാ സ്ഥാനാർത്ഥിയായേക്കും. CPM മുൻ MLA S രാജേന്ദ്രൻ BJPയിലേക്ക്. മേയർ പദവി ലഭിക്കാൻ ലത്തീൻ സഭ ഇടപെട്ടുവെന്ന് കൊച്ചി മേയർ. പദവി ലഭിക്കാൻ പിതാക്കന്മാർ സംസാരിച്ചുവെന്ന് VK മിനിമോൾ. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ലത്തീൻ സമുദായത്തിൻ്റെ ഒരു ഉറച്ച ശബ്ദം സമുദായത്തിന് വേണ്ടി ഈ സമൂഹത്തിൽ ഉയർന്നതിൻ്റെ തെളിവാണ് എൻ്റെ ഈ കൊച്ചി മേയർ എന്ന പദവി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. വൈകാരിക പ്രതികരണമെന്ന വിശദീകരണവുമായി പിന്നീട് മേയർ. സഭ ഇടപെട്ടെങ്കിൽ തെറ്റില്ലെന്ന് KPCC അധ്യക്ഷൻ. പശ്ചിമബംഗാളിൽ സർക്കാർ ED പോരുമുറുകുന്നു. EDക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ്. ED പിടിച്ചെടുത്ത രേഖകൾ കൈമാറണമെന്നാവശ്യപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് കോടതിയിൽ. മുഖ്യമന്ത്രിയും സർക്കാരും അന്വേഷണം തടസ്സപ്പെടുത്തുന്നുവെന്ന് ED. ഇറാനിൽ ഭരണവിരുദ്ധ പ്രക്ഷോഭം ആളിക്കത്തുന്നു. 200-ലധികം സമരക്കാരെ പോലീസ് വെടിവെച്ചു കൊന്നു. പ്രതിഷേധക്കാർ അമേരിക്കയുടെ ആയുധമായി പ്രവർത്തിക്കുന്നുവെന്ന് അയത്തുള്ള ഖമനി. വെനസ്വേലയിലെ പുതിയ സർക്കാരിനെ പ്രശംസിച്ച് ട്രംപ്.